നീണ്ടില്ല. ഞാൻ ഇവിടെ പേരെന്തായിരുന്നു? എടാ നിന്റെ പേരല്ല, മുതലാളിയുടെ പേര്. മുതലാളിയുടെ പേരില്ലേ? നീ പ്രേമിക്കുന്ന പെണ്ണിന്റെ പേര് മരിയാണോ ചേട്ടാ? താഹിറാണോ? ശ്രീകുട്ടി? അത് കൊറേ പേര്. മുതലാളിനെ വിളിക്ക്. മുതലാളി, ചെറിയൊരു സംശയം. മുതലാളിയുടെ മോളുടെ പേരെന്താണ്? റിയയുടെ അച്ഛന്റെ പേരെന്താണ്? റിയ റിംഗ്ലറ്റ്. അച്ഛന്റെ പേര് അറിയാമെങ്കിൽ ചോദിച്ചാ പോരെ, എന്തിനാ തല്ലി ചേട്ടാ? മുതലാളിന്ന് പറയാശാനെ. എടാ മൊലയാളിയുടെ ആ പുള്ളിക്കാരന്റെ മോളുടെ പുറകെയുള്ള നടത്തം നീ നിർത്തിക്കോ, അല്ലെങ്കിൽ നീ ജന്മത്ത് നടക്കില്ല എന്റെ മോനെ. നിങ്ങൾക്കൊന്ന് സ്നേഹത്തിന്റെ വല്ല അറിയില്ല. നിങ്ങളെ രണ്ട് ഇടിയിട്ട് വെച്ചിട്ട് ഞാൻ അവളെ വിട്ടു കൊടുക്കില്ല ആർക്കും. പിടിച്ചു മാറ്റാ എന്നാൽ ഈ മരത്തലേന്ന് മാറ്റി വിടുന്നു. അവര് സ്നേഹിച്ചു പോയില്ല. എനിക്ക് പെണ്ണുമില്ല, ഒരു പെണ്ണിന്റെ പുറകെ ഞാൻ പോകൂല. പെണ്ണ് പ്രേമം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. എനിക്ക് പെണ്ണിട്ടാണ് വിഷമം. അവനൊരു പെങ്ങളുണ്ട്, അതിനെ കെട്ടിച്ചേരക്ക പിരിക്കലിക്ക. ഞാനൊക്കെ വെറുതെ അല്ല മോനെൽദോ മുണ്ടാത്തിട്ട് എന്റെ ഞാവരക്കായ അവർ കണ്ടു. ഓക്കെ, ഞങ്ങൾക്ക് എടുക്കല്ലേ ചേട്ടാ, ഞങ്ങളുടെ വ്യൂ താഴേന്ന് മുകളിലേക്കല്ലേ. ഒരു കാര്യണ്ട്, ആശാന്റെ എന്തുകൊണ്ട് നല്ല കിടിലിന് ഓപ്പറാണ്. എത്ര നാൾ വെച്ചിട്ട് കണ്ണിയുടെ മുതലാണ് എടുക്കേണ്ട തല്ലുണ്ടാക്കി കിടക്കുക. ഈ പണി കാരണം നാട്ടിൽ നിന്ന് പുറത്തുനിന്ന് കിട്ടണല്ലേ പെണ്ണ്. നമുക്കും വേണ്ട ഒരു കുടുംബജീവിതം. ഇതിപ്പോ അവന്റെ പെങ്ങൾ അവനായിട്ട് കെട്ടിച്ചതാന്ന് പറഞ്ഞില്ലേ. എടാ, എനിക്ക് പെങ്ങളില്ലാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ആരുടെ പെങ്ങളെയാണ് അവന് കെട്ടിച്ചു കൊടുക്കുക. ഒരു രക്ഷപ്പെടാൻ വേറെ വഴി കിട്ടണ്ടെന്ന് നിന്റെ ഒരു ഐഡിയ. സാധനത്തിന് കണ്ടോ? ഏത് സാധനത്തിനാ? അവന്റെ പെങ്ങളെ ഞാനൊന്നും കണ്ടിട്ടില്ല. ചരക്കായിരിക്കും അല്ലേ? എനിക്കറിയില്ല. എന്ത് മെലിഞ്ഞിട്ടാണെന്ന്? അവന്റെ പെങ്ങളും മെലിഞ്ഞാലും നല്ല ഫാഷൻ കാലത്തെ മോഡൽസിന്റെ പോലെ ആശാനൊന്ന് കെട്ടിച്ചോണം, ബാക്കിയുള്ളവനെ കെട്ടാൻ. ഇത്ര നാളെ വെച്ചിട്ട് വീഡിയോ കണ്ടിട്ട് പറയണില്ല. ഞാൻ പണിയാം. നിന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഞാൻ ഈ കല്യാണത്തിന് തയ്യാറാവും. ഒരു പണി, അവൻ മറന്നു പോണേക്ക് മുമ്പ് നീ എന്ത് അതിന്റെ പെങ്ങള് ചരക്കാണോ? ഓ അതല്ല സോറി. ഒരു ഫോട്ടോ കാണിച്ചത് പെങ്ങളുടെ? ഫോട്ടോ അല്ല ചേട്ടാ, എന്റെ സത്യമായിട്ടില്ല. ഫോട്ടോ ഇല്ലാത്ത വേറെ ഒന്നല്ല ചേട്ടാ, എന്റെ കൂട്ടുകാർക്ക് ഇവന്റെ പോലെ തെണ്ടികളാ. പെങ്ങളുടെ ഫോട്ടോ പോയിട്ട് അമ്മയുടെ ഫോട്ടോ പോലും ഞാൻ ഫോണിൽ വെക്കാറില്ല. സത്യമായിട്ടും സത്യം. എന്താ ചെയ്യണ്ടവനെ? പെണ്ണിനെ കാണണം എന്ന് പറഞ്ഞാ എനിക്ക് പെണ്ണിനെ കാണണം, അല്ലാതെ ഒരുത്തനും ഇവിടം വിട്ട് പോകൂല. നേരിട്ട് കാണിച്ചാ പോരെ ചേട്ടാ, ഇപ്പൊ എന്നെ വിട്. അങ്ങനെ എനിക്ക് ഉസ്തണ്ടാട്ടാ. വഴി ഉണ്ടാക്കി തരാടാ ഞാൻ. കൈ വിടറാ. ശരിയാക്കി തരാം. നേരം തിരിച്ചടാ. മര്യാദ ചിരിക്കണൊക്കെ അറിയണം നീ. ഇവരെന്തിനാ അവന്റെ ഫോട്ടോ എടുക്കുന്നത്? കിട്ടി, അതെ കിട്ടിയിരിക്കി. ഇവന്റെ ഈ ഫോട്ടോ എടുത്ത് നേരെ ഫേസ് ആപ്പിലിട്ട് പെണ്ണാക്കി എടുത്താൽ അറിയാം ഇവന്റെ പെങ്ങളെ എങ്ങനെയുണ്ടെന്ന്. അമ്മോ, നിന്റെ പെങ്ങള്? എന്റെ പെങ്ങള് ആശാനേ, പെങ്ങളാ, എന്റെ പെങ്ങളാ. ഇഷ്ടായ റിംഗ്ലറ്റ് മുതലാളിയുടെ എല്ലാ പെൺമക്കളെയും ഞാൻ സെറ്റാക്കി ചേട്ടാ. പോയി ഇയാളും പോണു. അപ്പൊ ഞാൻ പൊട്ടനാ.
അപ്പൊ എൻ്റെ പെണ്ണിന്റെ കാര്യം ഞാൻ എന്ത് ചെയ്യും? ശ്ശേ, എൻ്റെ ദൈവമേ. എൽദോ എന്താണ്? കേറാ. ആ, ഇതെന്താണ് ഹെൽമെറ്റൊക്കെ? ഇതിപ്പോ പണ്ടത്തെ പോലെ അല്ലല്ലോ, കാത്തിരിക്കാൻ ഒരു പെണ്ണൊക്കെ ഇല്ലേ. കേറ്. காடையில அடிக்கிற மழையா நீ என்ன நினைச்சாயே, ஈரத்துல அணைக்கிற சுகத்தை பார்வையில கொடுத்தாயே, பாதகத்தி என்ன ஒரு பார்வையால கொண்ட, ஊரோட வாழுற போதும் யாரோடும் சேரலனா, ஐயோ நெஞ்சு அலையுதடி, ஆகாயோ இப்போ அலையுதடி, என் வீட்டில் மின்னல் ஒளியுதடி, என் மேல நிலா பொழியுதடி, ஒன்ன பார்த்த அந்த நிமிஷம்